ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടപ്രഥമൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ അടപ്രഥമൻ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ 200 ഗ്രാം അളവിൽ അട എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ അരിയടയാണെന്നുണ്ടെങ്കിൽ എടുക്കാം, അതല്ല സേമിയ അടയാണെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ അടയെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഈ അട വേവിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കുകയാണ്. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അട ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അരിയട ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മൾ തിളപ്പിക്കുമ്പോഴായിരിക്കും നന്നായിട്ട് വെന്ത് കിട്ടുക. അതല്ല സേമിയ അടയാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനിയൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഒരു 350 ഗ്രാം അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി. ഇനി നമ്മുടെ ഈ ശർക്കരയെല്ലാം നന്നായിട്ടൊന്ന് ഉരുകി കിട്ടട്ടെ. ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് അലിഞ്ഞ് കിട്ടിക്കോളും. ഇതുപോലെ ഒന്ന് ശർക്കരയൊക്കെ ഒന്ന് കട്ട മാറി കിട്ടിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ കുറച്ച് സമയമായിട്ട് ഇങ്ങനെ ഒന്ന് തിളക്കുകയാണ്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ അടയെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് വേവിച്ച് കുഴച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇത് കംപ്ലീറ്റ്, ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റണം. എന്നിട്ട് ഒരു 3-4 പ്രാവശ്യം പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഈ ഒരു രീതിക്ക് 3-4 പ്രാവശ്യം പച്ചവെള്ളം ഉപയോഗിച്ച് ഞാൻ ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പായസം തയ്യാറാക്കാനായിട്ട് ഒരു വാവട്ടമുള്ളൊരു കടായിയിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തേങ്ങാക്കൊത്ത് ചേർത്തൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. നല്ലൊരു ഗോൾഡൻ കളർ വരുന്നത് വരെ മാത്രം വറുത്ത് കൊടുക്കുക. തേങ്ങയുടെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടിയാണ്. അതും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു രീതിക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിയുടെയും കളറൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് നെയ്യിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കി വന്ന അതേ നെയ്യിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ അടയിലേക്ക് നെയ്യെല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ആ ഒരു രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒന്ന് അരിച്ച് ചേർക്കാവുന്നതാണ്. ശർക്കരയിൽ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടാവും. അതിൻ്റെ പേരിൽ ഉറപ്പായിട്ടും ഒന്ന് അരിച്ച് തന്നെ ചേർത്തേക്കണം. ഇനി ഒരല്പസമയം നമ്മുടെ ഈ ശർക്കര പാനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ, ഒന്ന് കുറുകി കിട്ടണം. കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒരല്പസമയം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കും ശർക്കര പാനിയെല്ലാം നന്നായിട്ട് ഈ ഒരു രീതിക്ക് ഒന്ന് കുറുകി കിട്ടും. നന്നായിട്ട് ശർക്കര പാനി എല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 കപ്പ് അളവിൽ 2-ാം പാലാണ്. 1-ാം പാല് മാറ്റി വെച്ചിരിക്കുകയാണ്. 2-ാം പാല് വേണം ഈ ഒരു സമയം ചേർക്കാനായിട്ട്. 2-ാം പാലും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ ഒരു പാലും തേങ്ങാപ്പാലും ഒന്ന് കുറുകി കിട്ടണം കേട്ടോ. അതുവരെ നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എത്രത്തോളം നമ്മുടെ അടയൊക്കെ ഒന്ന് വെന്ത് കിട്ടണമോ അത് ഫസ്റ്റിലേ തന്നെ നമ്മൾ വേവിച്ചെടുത്തേക്കണം. ശർക്കര പാനിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അട വേഗില്ല കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഈ ഒരു രീതിക്ക് ഒരല്പസമയം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഒന്ന് കുറുകി കിട്ടും. അതായത് നമ്മുടെ തേങ്ങാപ്പാലെല്ലാം നല്ലതുപോലെ കുറുകി ഇതിനോടൊപ്പം ചേർന്നിട്ടുണ്ടാവും. ഇത്രയും കട്ടിക്കാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇത്രയും സമയം മീഡിയത്തിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ചുക്കുപൊടി ചേർക്കുകയാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ജീരകം പൊടിച്ചതാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം ചെറിയ ജീരകം പൊടിച്ചത്. ഇതിനോടൊപ്പം തന്നെ ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് മാത്രം നമുക്ക് പൊടികൾ ചേർക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് 1-ാം പാല് ചേർക്കാവുന്നതാണ്. 1 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് സമയം നമ്മളിട്ട് തിളപ്പിക്കരുത്. ലൈറ്റായിട്ട് മാത്രം ഒന്ന് തിളച്ച് കിട്ടിയാൽ മതിയാവും. ഈ ഒരു രീതിക്ക് നമ്മുടെ ഈ തേങ്ങാപ്പാലെല്ലാം ഒന്ന് തിളച്ച് തുടങ്ങുകയാണ്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ്. അത് ചേർക്കുകയാണ്.
കൂടെ തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർക്കാം. ഇത്രയും കട്ടിക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഈ അടപ്രഥമൻ ചെയ്തെടുക്കുന്നത്. കുറച്ചുകൂടി കട്ടി കുറഞ്ഞിട്ട് മതിയെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള അടപ്രഥമനാണ് കേട്ടോ. തേങ്ങാപ്പാലിൽ തന്നെ നമ്മൾ തയ്യാറാക്കണം. പശുവിൻ പാലൊന്നും പറ്റില്ല. തേങ്ങാപ്പാലിൽ തയ്യാറാക്കിയാൽ മാത്രമേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലൊരു അടപ്രഥമൻ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. എത്ര രുചികരവും എളുപ്പത്തിലുമാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.